അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹിബീങ്ങളെ റാഹത്തന്നല്ലേ. ഇന്ന് നമുക്ക് നല്ലൊരു അറബിക് നശീദ മുത്തുനബി തങ്ങളെ കുറിച്ചുള്ള ഒരു മദ്ഹാണ്. അതിലേക്ക് കടന്നിട്ട് തീർച്ചയായിട്ടും മദീനയുടെ വിശേഷങ്ങളും മുത്തുനബി തങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് ഒത്തുകൂടാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തീർച്ചയായിട്ടും മാനവരിൽ മഹോന്നതരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരു ലോകത്തിന്റെയും നേതാവാണ്. തീർച്ചയായിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുന്ന വഴികളിലെ കല്ലുകളൊക്കെ മുത്തുനബി തങ്ങളെ നോക്കിയിട്ട് സലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെയിലുള്ള സമയത്തൊക്കെ നബി തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തണലിട്ട് നൽകാൻ വേണ്ടിയിട്ട് മേഘങ്ങൾ വരെ ധൃതിപ്പെടുകയായിരുന്നു. മേഘങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെ വന്നിട്ട് ആ തണലൊരുക്കുന്ന രംഗങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടുള്ളതാണ്. എന്തൊരു നേതാവാണല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തീർച്ചയായിട്ടും നമുക്കൊക്കെ തീർച്ചയായിട്ടും കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. കാരണം തീർച്ചയായിട്ടും ഈ അവസാന കാലഘട്ടത്തിലുള്ള നമ്മൾ തീർച്ചയായിട്ടും ഒരുപാടധികം തിന്മകളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ചുറ്റുപാടാണ് നമ്മൾക്കുള്ളത്. പക്ഷെ നമ്മൾ എത്ര തിന്മ ചെയ്താലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട്, അവിടുത്തെ ആ ഒരു സാന്നിധ്യം കൊണ്ട് പടച്ചവന്റെ മുന്നിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നിരവധിയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ എത്ര വലിയ തെറ്റിലേക്ക് പോയാൽ പോലും നബി തങ്ങളിലേക്ക് ഒന്ന് മനസ്സുകൊണ്ട് അടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ കഴിയുക തന്നെ ചെയ്യും. നമുക്ക് മദ്ഹിന്റെ അടുത്ത വരിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞ് ഈ ലോകം ഒക്കെ അവസാനിച്ചു കഴിഞ്ഞ് നമ്മളെല്ലാവരും തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ കോടതിയിൽ മഹ്ശറയിൽ ഹാജരാകുന്ന സമയത്ത്, അല്ലെങ്കിൽ പരലോകത്തിലേക്ക് കടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്കാരം, അതുപോലെ നോമ്പ്, മറ്റുള്ള ഇബാദത്തുകൾ കൊണ്ടൊന്നും രക്ഷപ്പെടുമോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഒരു ഉറപ്പും ഉണ്ടാവില്ല. കാരണം നിസ്കാരത്തിന്റെ കാര്യങ്ങൾ എടുത്താലും അതിലൊക്കെ ഓരോ കാര്യങ്ങളും നമ്മൾ അശ്രദ്ധപൂർവ്വം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും പടച്ചോന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ അതൊക്കെ നമുക്ക് അതിൽ എന്തെങ്കിലും പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുമുള്ളൂ. തീർച്ചയായിട്ടും അല്ലാതെ തീർച്ചയായിട്ടും നമുക്ക് പ്രതിഫലം കിട്ടും എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്, അതുപോലെ മദ്ഹ് പ്രകീർത്തനങ്ങൾ. തീർച്ചയായിട്ടും ആ മദ്ഹ് പ്രകീർത്തനങ്ങൾ കേൾക്കലാവട്ടെ, അത് കാണലാവട്ടെ, അത് ആസ്വദിക്കലാവട്ടെ, എല്ലാം പ്രതിഫലത്തിന്റെ ഒരു വരമ്പ് അതിരിനുള്ളിൽ വരുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ മഹ്ശറയിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ചെന്നിട്ട് ശുപാർശ ചെയ്യുന്ന ഒരു രംഗങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമേ ഉണ്ടാകൂ ഇരു ലോകത്തും നമ്മളെ രക്ഷിക്കാൻ. നമുക്ക് മദ്ഹിന്റെ അടുത്ത ഒരു വരിയിലേക്ക് കടന്നു ചെല്ലാം. وبغوث حور
علينا بها السنة وصلينا بها السنة وعم الكل بالنعم يا إمام الرسل يا سندي الله الله أنت بعد الله معتمدي فبدنياي وبآخرتي. നമ്മൾ പരലോകത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മഹ്ശറ എന്ന ഒരു വൻ സഭയുണ്ട്. തീർച്ചയായിട്ടും കത്തിജ്വലിക്കുന്ന സൂര്യന് ഉൾപ്പെടുന്ന ആ ഒരു മഹ്ശറയിലേക്ക് ആ മഹ്ശറയിലേക്ക് കടക്കുന്നതിൻ്റെ ആ ഹിസാബ് തുടങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ മഹ്ശറയിൽ ഒരുപാട് വർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഓരോരുത്തരും. അപ്പോൾ ആ മഹ്ശറയിൽ നമ്മൾ എത്രയോ കാലം നിൽക്കുമ്പോൾ കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ കീഴായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ് നമ്മളെല്ലാവരും അനുഭവിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഓരോ നബിമാരുടെ അടുത്തും പോയിട്ട് അള്ളാഹുവിനോട് ഒന്ന് ഇവിടെ നിന്നും എങ്ങനെങ്കിലും ഹിസാബ് കഴിച്ച് ഈ മഹ്ശറയുടെ കാഠിന്യം ഒന്ന് ഇല്ലാതാക്കി അതിൽ നിന്നും ഒന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഓരോ പ്രവാചകരുടെ അടുത്തേക്കും നമ്മൾ ചെല്ലുന്ന സമയത്ത് അവരെല്ലാം നമ്മളെ എനിക്ക് പടച്ചവന്റെ മുന്നിലേക്ക് പോകാനുള്ള ഒരു ഇത് ഇല്ല എന്ന രീതിയിൽ നമ്മളോട് പറയും. അവസാനം നമ്മൾ എന്നെത്തുക മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്താണ്. തീർച്ചയായിട്ടും ഹിസാബ്, ആ മഹ്ശറയിലെ ഹിസാബ് ആരംഭിക്കുക തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ മുന്നിൽ ശുപാർശ ചെയ്യുന്നതിലൂടെയാണ്. തീർച്ചയായിട്ടും മാത്രമല്ല, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിന് 10 തട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും മുകളിലത്തെ ഏറ്റവും വിശാലമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു തട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ജന്നാത്തുൽ ഫിർദൗസ്. ബാക്കി അതിന്റെ താഴെ വരുന്നതിലൊക്കെ ഓരോ തട്ടിലും ഓരോരോ എന്താ പറയാ ക്വാളിറ്റികളും സൗകര്യങ്ങളും ആയിരിക്കും. ഏറ്റവും എല്ലാം കൊണ്ടും തികഞ്ഞത് ജന്നാത്തുൽ ഫിർദൗസ് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചെയ്തികൾ, നമ്മുടെ ഇബാദത്ത് കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും സ്വർഗത്തിലെ ഓരോ തട്ടിലും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മുടെ ഇബാദത്തുകളൊക്കെ കുറവ് കാരണം നമ്മൾ താഴത്തെ തട്ടിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മേലത്തെ തട്ടിലേക്കൊന്ന് പോകാനൊരു ആഗ്രഹവും ഒരു ഇത് ഒക്കെ ത്വര ഉണ്ടാകും നമുക്ക് തീർച്ചയായിട്ടും. എങ്കിൽ അവിടെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ദറജ ഏറ്റി കിട്ടാൻ വേണ്ടി അള്ളാന്റെ മുന്നിലേക്ക് വീണ്ടും ശുപാർശയായിട്ട് ചെല്ലുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. മാഷാ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു നോട്ടത്തിലും സന്തോഷത്തിലുമായിട്ട് നമുക്ക് ജീവിക്കാൻ പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.